Hi all, welcome to the another video of PST 100 Engineering Mechanics Module 5. In this video, we are continuing our topic, that is simple harmonic motion. So, we are discussing free vibration and forced vibration. So, free vibration means if a disturbing force is applied just to start the motion and is then removed from the system is said to undergo free vibration. അതായത് നമ്മളൊരു സിമ്പിൾ പെൻഡുലം എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ സിമ്പിൾ പെൻഡുലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാങ്ങിങ് ആയിട്ടുള്ളതോ നമുക്ക് ഓസിലേറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓസിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യാണ്, എന്നിട്ട് ആ ഒരു ബോഡി ഫ്രീ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് എങ്കിൽ അതിനെ പറയുന്നതാണ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുക. ജസ്റ്റ് ഒന്ന് അതിനെ മോഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഫോഴ്സ് കൊടുക്കുക, പിന്നെ ആ ഫോഴ്സിനെ റിലീസ് ചെയ്തിട്ട് അത് ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വൈബ്രേഷന് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയും. അതേസമയം നമ്മൾ പിന്നെയും അതിനെ ഓസിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ആ ഒരു ഫോഴ്സ് എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഇഫ് ദ ഡിസ്റ്റർബിംഗ് ഫോഴ്സ് ആക്ട്സ് അറ്റ് പീരിയഡിക് ഇൻ്റർവെൽ ഓൺ ദ സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഒരു ടേമിൽ, ഈ ഒരു ഇതിൽ തന്നെ, ഈ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം, എത്രത്തോളം അതിന് ഫ്രീഡം ഉണ്ട്, അതിന് മോഷനിൽ എത്താൻ എത്രത്തോളം ഫ്രീ ആണ്, അത് എത്ര ഫ്രീഡത്തിലാണ് അത് മൂവ് ചെയ്യുന്നത് എന്നതാണ്. നോക്കാം അത് എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത്. It is the number of independent coordinates required to define the configuration of the system. എത്ര ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ഉണ്ട് അതിൻ്റെ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിഫൈൻ ചെയ്യാൻ നമ്മൾ സ്പേസിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് നമുക്ക് മാക്സിമം ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെയാണ്? 3 കോർഡിനേറ്റ്സ് XYZ, ഈ ഒരു 3 കോർഡിനേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 3 ആംഗുലാർ പാരാമീറ്റേഴ്സ് ഉണ്ടാകും. നമ്മൾ 3 ആംഗുലാർ പാരാമീറ്റേഴ്സ് തീറ്റ, ഗാമ, ബീറ്റ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ആംഗുലാർ പാരാമീറ്റേഴ്സും പറയലുണ്ട്. സോ അങ്ങനെ ടോട്ടലി 6 ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ. കൺസ്ട്രെയിൻസ് ടു ദ മോഷൻ റിഡ്യൂസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം കൺസ്ട്രെയിൻസ് ഉണ്ടോ ആ ഒരു കൺസ്ട്രെയിൻസ് ഉള്ള ഭാഗത്തേക്ക് അതിന് മോഷൻ ഉണ്ടാകത്തില്ല. സോ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് കൂടുതൽ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2 എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അത് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എക്സാമ്പിളാണ്. സോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയത്. ഡിഗ്രി ഓഫ് ഫ്രീഡം ടു മൂവ് ആണ്. അപ്പോൾ ആ ഒരു മോഷനിലേക്കുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു സ്പ്രിങ് അറ്റാച്ച്ഡ് ഒരു മാസിനെ നമ്മൾ സ്പ്രിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു വൈ ഡയറക്ഷനിലേക്കാണ് മോഷൻ, ഓൺലി ഇൻ വൈ ഡയറക്ഷനാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം? ഏതൊരു ഡയറക്ഷന് മാത്രമേ ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതൊരു കോർഡിനേറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മോഷനെ ഡിഫൈൻ ചെയ്യുന്നത്? വൈ കോർഡിനേറ്റ് വെച്ച് മാത്രം നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി. അത് വൈ ആക്സിസ്. ഇപ്പോൾ ഇതിൻ്റെ മോഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് മാസ് ഇസ് മൂവിങ് ഇൻ വൈ ഡയറക്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ആ വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഈ ഒരു കോർഡിനേറ്റ് വെച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മോഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അതെന്തായി? സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡമാണ് ഇതിനുള്ളത്, ഈ ഒരു സിസ്റ്റത്തിനുള്ളത്. ഇനി ഇതിൻ്റെ കേസിൽ നോക്കിയേ, ഈ എം എന്ന് പറയുന്നൊരു മാസിനെ നമ്മളൊരു സ്ട്രിങ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എന്ത് ചെയ്യണം? അതിനിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അത് ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ നിന്ന് എന്താണ് ഒരു തീറ്റ ആംഗിൾ വെച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ വേർട്ടിസസിൽ നിന്ന് ഒരു തീറ്റ ആംഗിൾ വെച്ചിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സോ അത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഈ ഒരു തീറ്റ ആംഗിൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മോഷനെ ഡിഫൈൻ ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ അതും സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇനി ഇതിൻ്റെ കേസ് നോക്കി, ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ അതിനെ
കൊണ്ടുവന്നു അതിൻ്റെ താഴത്തായിട്ടൊരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എക്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ മോഷൻ. അതേസമയം ഈ ഒരു സർക്കുലർ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് ആംഗുലർ വൈസിലാണ് അവിടെ മോഷൻ വരുന്നത്. ഓരോ പോയിന്റിലും മോഷൻ വരുന്നത് ആംഗുലർ വൈസിലാണ്. ബട്ട് ഫൈനലി നമ്മൾ എം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഓൺലി എന്താണ്, വൈ ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉള്ളൂ. ഓൺലി നമ്മൾ എമ്മിനെ മാത്രം കൺസിഡർ ചെയ്ത് നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇതൊരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓൺലി വൈ ഡയറക്ഷനിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി അടുത്തത് ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ M1 എന്ന് പറയുന്ന മാസിൻ്റെ കേസിൽ ഇതിൻ്റെ ഇലോങ്ങേഷൻ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഓൺലി ഈ ഒരു പാർട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഓൺലി എന്ത് വെച്ചിട്ടായിരിക്കും എഫക്റ്റ് ഉണ്ടാവുക, ഈ M1 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാവുക. സോ അത് എന്താണ്, വൈ ഡയറക്ഷനിൽ ഒരു x1 ഡിസ്റ്റൻസിലോ അങ്ങനെയായിട്ടായിട്ട് മൂവ് ചെയ്യും. നമ്മൾ അതിന് ശേഷമാണ് ഈ M2 എന്ന് പറയുന്ന മാസ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഈ M2 കാരണമുള്ള ഫോഴ്സും അല്ലെ M2 കാരണമുള്ള ഒരു എഫക്റ്റും എന്തുണ്ടാവും, ഈ സ്പ്രിങ്ങിലുണ്ടാവും. അപ്പോൾ രണ്ട് എഫക്റ്റായിട്ട് വന്നു, M1 കാരണമുള്ള എഫക്റ്റും വന്നു, M2 കാരണമുള്ള എഫക്റ്റ് വന്നു. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. M1 കാരണം മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, M2 കാരണം. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഡിഫൈൻ ചെയ്യണമെങ്കിൽ രണ്ട് കോർഡിനേറ്റ് വെച്ച് നമ്മൾ പറയേണ്ടി വരും. ക്ലിയർ? അതുകൊണ്ട് തന്നെ അതെന്താണ്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 2 ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ? ഇതിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ ഫ്രീ ആയിട്ടൊന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് രീതിയിൽ ഇതിന് മൂവ് ചെയ്യിക്കുന്നുണ്ട്. M1 വെച്ച് മൂവ് ചെയ്യിക്കുന്നുണ്ട്, M2 വെച്ച് മൂവ് ചെയ്യിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? ഇനി ഇതിൻ്റെ കേസ് നോക്കിയേ നിങ്ങൾ. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു വേർഷനാണിത്. ഇതിൽ നേരത്തെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിരുന്നു, ഇവിടെ എന്ന് വെച്ചാൽ സ്പ്രിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ സ്പ്രിങ്ങിൻ്റെ കേസിൽ ഇലോങ്ങേഷനും കൂടി ഉണ്ടാവും. സോ ആ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്പ്രിങ് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്പ്രിങ് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള ഈ ഒരു ബോഡിക്കുള്ള മോഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്കുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംഗുലർ വൈസിലും അതിന് മോഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിൻ്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എക്സാമ്പിളാണ്. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ ഓഫ് സ്പ്രിങ്. ഫ്രീ വൈബ്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്പ്രിങ് മാസ് സിസ്റ്റം, എന്താണ് ഈ സ്പ്രിങ് മാസ് സിസ്റ്റം? നമ്മൾ നേരത്തെ കണ്ടു, ഒരു മാസിനെ നമ്മൾ സ്പ്രിങ് വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതിനാണ് നമ്മൾ സ്പ്രിങ് മാസ് സിസ്റ്റം എന്ന് പറയുക. എ മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ് ആൻഡ് സബ്ജക്റ്റ് ടു എ ഫോഴ്സ് അലോങ് ദി ആക്സിസ് ഓഫ് ദി സ്പ്രിങ് ഇസ് കോൾഡ് സ്പ്രിങ് മാസ് സിസ്റ്റം. നമുക്ക് നോക്കാം സ്പ്രിങ് ഫോഴ്സ് എന്താണ്. ഈ സ്പ്രിങ് ഫോഴ്സ് നമ്മൾ ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ ഒന്നുകിൽ കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ, ഒന്നുകിൽ ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്യുകയോ ആണെങ്കിൽ ആ സ്പ്രിങ് എന്ത് ചെയ്യും, തിരിച്ചൊരു ഓപ്പോസിങ് ഫോഴ്സ്. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണല്ലോ. സോ ആ സ്പ്രിങ് എന്തായാലും ഒരു ഓപ്പോസിങ് ഫോഴ്സ് ആ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. സോ ആ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ഓഫ് സ്പ്രിങ്, അതിനെയാണ് നമ്മൾ സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയാം. ദറ്റ് ഓപ്പോസിങ് ഫോഴ്സ് ഈസ് കോൾഡ് സ്പ്രിങ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ആ സ്പ്രിങ് ഫോഴ്സിനെ എഫ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അതെപ്പോഴും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആ ഒരു സ്പ്രിങ്ങിന് ഉണ്ടാക്കുന്ന ഇലോങ്ങേഷന് പ്രൊപ്പോർഷൻ ആയിരിക്കും. എത്രത്തോളം ഇലോങ്ങേഷൻ ഉണ്ടാക്കണോ അത്രത്തോളം നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അത്രയും നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. സോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയാം, ഇലോങ്ങേഷൻ എക്സ് എന്ന് പറയാം. സോ ആ പ്രൊപ്പോർഷനായിട്ട് നമ്മൾ മാറ്റണമെങ്കിൽ ഈക്വൽ സൈനിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കോൺസ്റ്റൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക, സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അഥവാ കെ എന്ന് പറഞ്ഞിട്ട് പറയാം. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് പറയും. ഓക്കെ, സ്റ്റിഫ്നെസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിഫ്നെസ് കെ ഈക്വൽ ടു എഫ് ബൈ എക്സ്. ഓക്കെ, കെ ഈക്വൽ ടു എഫ് ബൈ എക്സ്. എഫ് എന്ന് പറയുന്നത് ന്യൂട്ടൺ, എക്സ് എന്ന് പറയുന്നത് മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കെ ഈക്വൽ ടു എഫ് ബൈ എക്സ്. ക്ലിയർ? ഇനി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ് കൺസിഡർ ചെയ്യാണ്. എന്താണ് ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ്? അതായത് നമ്മളൊരു സ്പ്രിങ് ജസ്റ്റ് ഈ ഒരു ഫിഗറിൽ നോക്കും, ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിലേക്ക് നമ്മൾ സെക്കൻഡ് ഫിഗർ ആകുമ്പോഴേക്കും ഒരു മാസ് അറ്റാച്ച് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഉള്ള ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് സ്പ്രിങ് എന്ത് ചെയ്തു, കുറച്ച് ഇലോങ്ങേറ്റ് ചെയ്തു. ആ ഒരു ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റയാണ് എടുക്കുന്നത്. അപ്പോൾ വെൻ എ ബോഡി ഈസ് അറ്റാച്ച്ഡ് ടു one end of the spring with other end fixed,
the spring elongates delta. This is called static deflection of spring. ഈ ഒരു ഡെൽറ്റയ്ക്കാണ് നമ്മൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയാം. ഓൾറെഡി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യിച്ചു. അപ്പോൾ ആ ഒരു ഇലോങ്ങേഷനെ നമുക്ക് എന്താ പറയുക, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദ സ്പ്രിങ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ താഴത്തേക്ക് എം ജി വരും. ഫൈനലി അത് എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും അത് എത്തുക ഫൈനലി ആയിട്ട്. അപ്പോൾ എമ്മിൻ്റെ താഴത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റാണ് എം ജി. മുകളിലേക്ക് സ്പ്രിങ് ഫോഴ്സ് കെ ഡെൽറ്റ. സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്താ സ്പ്രിങ് ഫോഴ്സ് എന്ന് വെച്ചാൽ എഫ് ഇൻറ്റു കെ ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. ഇവിടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതെന്ത് വന്നു, കെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ നെറ്റ് ഫോഴ്സ് ഓൺ ദ ബോഡി അത് 0 ആണ്. ഇത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, മുകളിലേക്ക് നമ്മൾ എടുക്കുകയാണ് എന്താണ്, എം ജി മൈനസ് കെ ഡെൽറ്റ ഈക്വൽ ടു 0. അതിപ്പോൾ കെ ഡെൽറ്റ മൈനസ് എം ജി ഈക്വൽ ടു 0 എടുത്താലും തെറ്റൊന്നുമില്ല, ബിക്കോസ് എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരിക. ഈ കെ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, സ്പ്രിങ് ഫോഴ്സ്. അത് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ എന്ന് വന്നു. ക്ലിയർ? അതിന് ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു മാസിനെ നമ്മളിങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഓസിലേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഇതിനെന്തുണ്ടാവും, ഒരു മീൻ പൊസിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ 2 എക്സ്ട്രീം പൊസിഷൻസും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മീൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ഓസിലേറ്റ് ചെയ്യിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മുടെ മാസ് എന്ന് പറയുന്നത് ഒരു എക്സ് ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുകയാണ്. താഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് എം ജി, മുകളിലേക്ക് എന്തുണ്ടാവും, ഇത്രയും ഡിസ്റ്റൻസ് ആണല്ലോ അത് മീൻ പൊസിഷനിൽ നിന്ന് ഉള്ളത്, എക്സ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിന് ഉണ്ടാവുന്ന ടോട്ടൽ മുകളിലേക്കുള്ള ടോട്ടൽ സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ, ആദ്യം തന്നെ ഉണ്ടാവുന്ന ഇലോങ്ങേഷനിൽ എത്ര ഉണ്ടാവും, കെ ഡെൽറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ ആയിരിക്കും. ടോട്ടൽ അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദിസ് മാസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു ഇലോങ്ങേഷൻ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താഴത്തേക്ക് പിന്നെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് പിടിച്ചു വലിക്കുന്നത്. ക്ലിയർ? നമ്മൾ മറ്റേ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഈ ഒരു ഫിഗർ കണ്ടോ, നമ്മൾ ഓൾറെഡി ഉള്ളൊരു പൊസിഷനിൽ നിന്ന് എം ഒരു മാസ് അറ്റാച്ച് ചെയ്തപ്പോൾ ഡെൽറ്റ വന്നു. എഗെയിൻ നമ്മളൊരു ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എക്സ് പ്ലസ് ഡെൽറ്റ ആണ്. ഇപ്പോൾ ടോട്ടൽ എന്താ പറയുക, സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ വന്നു. ഇവിടെയുണ്ട് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആയിട്ട് മാറി. സോ ഹിയർ എന്തായി, സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ ആയിട്ട് മാറി. അപ്പോൾ വെൻ ദ ബോഡി ഡിസ്പ്ലേസ്ഡ് ബൈ എൻ എമൗണ്ട് എക്സ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്, when the external force removed, the body will vibrate between 2 extreme positions with an amplitude x. Consider the position of the body when it is at distance x below the equilibrium position. അപ്പോൾ എന്തായിട്ട് മാറി, നമ്മൾ ഇതിൻ്റെ ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് വരിക. എന്ത് വരും, മോഷൻ എന്ന് പറയുന്നത് താഴത്തേക്കാണ്, ഇനിയും ബാക്കിയുള്ള താഴത്തേക്കല്ലേ ഇനി മൂവ് ചെയ്യാനുള്ളത്. സോ എം ജി പോസിറ്റീവ്, കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ നെഗറ്റീവ് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു എ ആണ് വരിക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു, കെ എക്സ് മൈനസ് കെ ഡെൽറ്റ വന്നു. ദാറ്റ്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആണ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള സ്ലൈഡിൽ കണ്ടു, ഇതാ എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, നമ്മുടെ ഇക്വേഷൻ എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആണെങ്കിൽ ഇത് എം ജിക്ക് കെ ഡെൽറ്റയോ അല്ലെങ്കിൽ കെ ഡെൽറ്റയ്ക്ക് എം ജി കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. ബാക്കി ഓൺലി എന്ത് വന്നു, മൈനസ് കെ എക്സ് മാത്രം വന്നു. സോ എന്തായി, എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ ആയതുകൊണ്ട് മൈനസ് കെ എക്സ് ഈക്വൽ ടു എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. എമ്മിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നത് എന്ത് വന്നു, കെ എക്സ് ബൈ എൽ എം അല്ലെങ്കിൽ കെ ബൈ എം ഇൻറ്റു എക്സ് വന്നു. അപ്പോൾ എന്തായിട്ട് മാറി, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പ്ലസ് കെ ബൈ എം എക്സ് ഈക്വൽ ടു 0 ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ എന്ത് പറയുക, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുക. ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ്, ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഫ്രീ വൈബ്രേഷൻ. ക്ലിയർ? ഇനി
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ഇൻറ്റു എക്സ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫൈനലായിട്ട് കിട്ടിയൊരു ഇക്വേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇതിന് നമ്മൾ എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ്. എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എ ഈക്വൽ ടു ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അല്ലേ. എ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഒമേഗ സ്ക്വയർ എക്സും എക്സും ക്യാൻസൽ ചെയ്തു. ജസ്റ്റ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ആണ്. സോ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് തോന്നുന്നു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം വന്നു. അപ്പം നെക്സ്റ്റ് ഇനി എന്ത് വരും? ദെൻ ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം ആയി. സിൻസ് ഒമേഗ ഈക്വൽ ടു 2π എഫ് ആണ്, നമുക്കറിയാവുന്നതാണ്. എഫ് എന്ന് പറയുന്നത് ഒമേഗ ബൈ 2π ആണ്. സോ എന്ത് വന്നു? എഫ് എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം നമുക്ക്? എഫിന് പകരം എഫ് എന്ന് പറയുന്നത് ഒമേഗ ബൈ 2π ആണ്. ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം ആണ്. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ 1/2π റൂട്ട് കെ ബൈ എം എന്ന് വന്നു. ഈ 1/2πനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. ഒമേഗ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഒമേഗ എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം. അപ്പോൾ എഫിനുള്ള ഇക്വേഷൻ 1/2π റൂട്ട് കെ ബൈ എം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഇത് അത്രയും തറോ ആയിട്ട് പഠിക്കുക. എഫ് ഈക്വൽ ടു 1/2π റൂട്ട് കെ ബൈ എം. ക്ലിയർ? It is the expression for the natural frequency of spring mass system. ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണിത് 1/2π റൂട്ട് കെ ബൈ എം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്പ്രിംഗ് ഇൻ സീരീസ്. സ്പ്രിംഗ് ഇൻ സീരീസ് എന്ന് പറയുന്നത്, നമ്മൾ സ്പ്രിങ്ങിനെ 3 സ്പ്രിങ് എടുക്കുകയാണ്. ആ 3 സ്പ്രിങ്ങിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. എന്താണ്, എങ്ങനെയാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് നോക്കുന്നത്. ഒന്നുമില്ല, ഒരു സ്പ്രിങ്ങിൻ്റെ എൻഡ് മറ്റൊരു സ്പ്രിങ്ങിലേക്കും അങ്ങനെ എൻഡ് ടു എൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. എന്നിട്ട് ഫൈനലായിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള എൻഡുകൾ ഒന്ന് ഫിക്സഡും ആയിരിക്കണം, ഒന്ന് മാസിലും ആയിരിക്കണം. അങ്ങനെയാണ് നമ്മളിത് ഡിഫൈൻ ചെയ്ത് നോക്കേണ്ടത്. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണ് നോക്കേണ്ടത്. ഏതെങ്കിലും ഒരു എൻഡ് എന്ന് പറയുന്നത്, സ്പ്രിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് എന്ന് പറയുന്നത് മറ്റൊരു ഏതെങ്കിലും ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഒന്നിക്കൽ എന്തായിരിക്കണം? മാസമായിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് കണക്റ്റ് ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ അത് സീരീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയും. ഈ സ്പ്രിങ്ങിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ K1 ആയിട്ട് എടുക്കുകയാണ്. ഈ സ്പ്രിങ്ങിനും ഇതിൻ്റെ സെയിം ആവണമെന്നും എന്നില്ലല്ലോ. അപ്പോൾ അത് K2 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് K3 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ ഒരു മാസ് അറ്റാച്ച് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ് K1 ആണല്ലോ. സോ ഇവിടെ ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് എന്താണ്? Δ1. എല്ലാത്തിനും സെയിം ആയിരിക്കണം എന്നില്ല, കാരണം സ്റ്റിഫ്നെസ് വ്യത്യാസമാണ്. സോ അതിൻ്റെ ഫസ്റ്റത്തെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് Δ1, രണ്ടാമത്തെ ഇലോങ്ങേഷൻ Δ2, മൂന്നാമത്തെ ഇലോങ്ങേഷൻ Δ3. ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൊത്ത സിസ്റ്റത്തിനെ ഞാൻ ഒറ്റ സിംഗിൾ സ്പ്രിംഗ് ആയിട്ട് മാറ്റുകയാണ്. മൊത്ത സിസ്റ്റത്തിന് ഒറ്റൊരു സിംഗിൾ സിസ്റ്റമായിട്ട് മാറ്റുകയാണെങ്കിൽ ഈ ഒരു മൊത്ത സ്പ്രിങ്ങിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് K ആയിട്ടും മൊത്തത്തിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ Δe ആയിട്ടും എടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എഫക്റ്റീവായിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് Δe ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? Δe എന്ന് പറയുന്നത് ഡെൽറ്റയ്ക്ക് ഈക്വൽ ആണല്ലോ, കാരണം മൊത്തം ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ഇവിടെ ആയാലും കണക്കാണ്. സോ Δe ഈക്വൽ ടു ഡെൽറ്റ, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇത് മൊത്തം ആഡ് ചെയ്താൽ പോരെ, മൊത്തം ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ. ടോട്ടൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ട്? ഇതിലൊരു 1 മീറ്റർ ഡിഫ്ലക്ട് ചെയ്തു, ഇത് 2 മീറ്റർ, ഇത് 3 മീറ്റർ ആണെങ്കിൽ എന്താ 1 + 2 + 3 ചെയ്താൽ മതി. Δ1 + Δ2 + Δ3 വന്നു. അത് കഴിഞ്ഞിട്ടോ ഇനി mg ഈക്വൽ ടു K ഡെൽറ്റ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. mg ഈക്വൽ ടു K ഡെൽറ്റ. അതെങ്ങനെ വന്നു? mg ഈക്വൽ ടു K ഡെൽറ്റ. നിങ്ങളിതിൻ്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? താഴത്തേക്ക് ഇതിൻ്റെ mg വരും അല്ലേ, താഴത്തേക്ക് ഇതിൻ്റെ mg വരും. മുകളിലേക്ക് എന്താ വരിക? മുകളിലേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റിഫ്നെസ് ഇൻറ്റു എത്രത്തോളമാണ് ഡിഫ്ലക്ഷൻ, അതാണ് വരിക അല്ലേ. നമ്മൾ ഓൾറെഡി നമ്മളിത് കഴിഞ്ഞ സ്ലൈഡ്സിൽ നോക്കിയതാണ്. അപ്പോൾ mg ഈക്വൽ ടു K ഡെൽറ്റ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ എന്ന് പറയുന്നത് mg/K ആണ് വരിക. K ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു എം ജി ബൈ കെ. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എം ജി ബൈ കെക്ക് പകരം എന്ത് വരും? എഫക്റ്റീവ് സ്റ്റിഫ്നെസ് വരും, കെ ഇ വരും. ഇനി ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താവും? എം ജി ബൈ കെ 1 വരും. ഡെൽറ്റ 2 എന്ന് പറയുന്നത് എം ജി ബൈ കെ 2, ഡെൽറ്റ 3 എന്ന് പറയുന്നത് എം ജി ബൈ കെ 3 അല്ലേ? എല്ലാത്തിലും എം ജി വെയിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, മാറ്റേണ്ട ആവശ്യമില്ല. സോ ഈ എം ജി ഒക്കെ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കെ 1 ബൈ കെ ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് 1 ബൈ കെ 3. അപ്പോൾ സ്പ്രിംഗ് ഇൻ സീരീസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. 1 ബൈ കെ ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് 1 ബൈ കെ 3 സ്പ്രിംഗ് ഇൻ സീരീസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് സ്പ്രിംഗ് ഇൻ പാരലൽ ആണ്. സോ സ്പ്രിംഗ് ഇൻ പാരലൽ എങ്ങനെ നോക്കും? സ്പ്രിംഗ് ഇൻ പാരലൽ ഒന്നുമില്ല, എല്ലാ സ്പ്രിങ്ങിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സഡും മറ്റേ എൻഡ് മാസിലും ആയിരിക്കണം. എല്ലാ സ്പ്രിങ്ങിൻ്റെയും, അവിടെയുള്ള എല്ലാ സ്പ്രിങ്ങിൻ്റെയും അങ്ങനെയാണെങ്കിൽ ആ മൊത്തം സ്പ്രിങ് എന്തായിരിക്കും? പാരലൽ കണക്ഷൻ ആയിരിക്കും. ഇതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ചെക്ക് ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ സിമ്പിൾ. അപ്പോൾ ഇതല്ലെങ്കിൽ അത് സീരീസ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നോക്ക്, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ 3 സ്പ്രിങ്ങിൻ്റെയും എത്രത്തോളമാണ് അതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും. അപ്പോൾ K1, K2, K3 ആയിട്ട് എടുക്കുകയാണ്. ബട്ട് നിങ്ങളൊന്ന് ആലോചിക്കേ, എം എന്ന് പറയുന്നൊരു മാസ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് രീതിയിൽ ഇലോങ്ങേറ്റ് ചെയ്യുമോ? ഇല്ല, മൂന്നും സെയിം ആയിട്ടായിരിക്കും ഇലോങ്ങേറ്റ്. ആ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ അത് ഡെൽറ്റ ആയിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എം ജി താഴത്തേക്ക്. ക്ലിയർ? ഇതിന് മൊത്തം സിസ്റ്റത്തിന് ഞാനൊരു സിംഗിൾ സിസ്റ്റം ആയിട്ട് മാറ്റിയാൽ അതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റിഫ്നെസ്, എഫക്റ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് കെ ആയിട്ട് എടുക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഡെൽറ്റ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങേഷൻ എന്ന് വെച്ചാൽ ഡെൽറ്റ ഇ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്ത് പറയാം? ഡെൽറ്റ ഇയും ഡെൽറ്റയും ഈക്വലാണ്. ക്ലിയർ? ഇവിടെ ഉണ്ടാവുന്ന മൊത്തത്തിലുണ്ടാവുന്ന നമ്മളിതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് തന്നെ എന്ത് വരും? താഴത്തേക്ക് ഇതിൻ്റെ വെയിറ്റ് എം ജി, താഴത്തേക്ക് എം ജി വരും. അതുപോലെ ഈ ഫസ്റ്റത്തെ സ്പ്രിങ്ങിൻ്റെ കേസിലുണ്ടാവുന്ന എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പ്രിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര വരും? K1, പിന്നെ അത് എത്രത്തോളമാണ് ഇലോങ്ങേറ്റ് ചെയ്ത് അത് K1 ഡെൽറ്റ വരും. ഇനി രണ്ടാമത്തെ സ്പ്രിങ്ങിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെന്ത് വരും? K2 ഡെൽറ്റ വരും അല്ലേ? ഇനി മൂന്നാമത്തെ സ്പ്രിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതെന്ത് വന്നു? K3 ഡെൽറ്റ വന്നു അല്ലേ? മൊത്തത്തിൽ മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ K1 ഡെൽറ്റ, K2 ഡെൽറ്റ, K3 ഡെൽറ്റയാണ്. താഴത്തേക്ക് ഒറ്റൊരു ഫോഴ്സേ ഉള്ളൂ, അത് അതിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എം ജി ഈക്വൽ ടു K1 ഡെൽറ്റ പ്ലസ് K2 ഡെൽറ്റ പ്ലസ് K3 ഡെൽറ്റ എന്ന് പറഞ്ഞു വരും. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വന്നു? K1 പ്ലസ് K2 പ്ലസ് K3 ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് വന്നു അല്ലേ? ഇനി അത് കഴിഞ്ഞാൽ എം ജി ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 നമ്മൾ മൊത്തമായിട്ട് എന്ത് മാറ്റി? എഫക്റ്റീവ് സ്റ്റിഫ്നെസ് ആക്കിയിട്ട് മാറ്റി. കെ ഇ വന്നു, കെ ഇ ഡെൽറ്റ ഇ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, ഡെൽറ്റക്ക് പകരം നമുക്ക് ഡെൽറ്റ ഇ കൊടുക്കാം, കാരണം ഡെൽറ്റ എന്ന് പറയുന്നത് ഡെൽറ്റ ഇക്ക് ഈക്വൽ ആണ്. സോ എന്തായിട്ട് മാറി? K1 പ്ലസ് എം ജി ഈക്വൽ ടു കെ ഇ ഡെൽറ്റ ഇ ആണ്. സോ എം ജി എന്ന് പറയുന്നത് K1 പ്ലസ് K2 പ്ലസ് K3 ഡെൽറ്റ ഇ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ കേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതും ഇതും തമ്മിൽ എന്താണ്? സെയിം ആണ് വരിക. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡെൽറ്റ ഇയും ഡെൽറ്റയും ഈക്വൽ ആണ്. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി. ഫൈനലി നമുക്ക് എന്ത് വരും? കെ ഇ എന്ന് പറയുന്നത് K1 പ്ലസ് K2 പ്ലസ് K3 ആയിട്ട് മാറി. ക്ലിയർ? ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വെച്ചാൽ ഫസ്റ്റത്തേൻ്റെയും ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് വെച്ചാൽ സിംപ്ലി എങ്ങനെ വരും? താഴത്തേക്ക് എം ജി ഉണ്ടാവും, മുകളിലേക്ക് എന്ന് പറയുന്നത് കെ ഇ ഡെൽറ്റ ഇയും വരും. അല്ലേ? അങ്ങനെ വന്നു. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനലായിട്ടുള്ള ഇക്വേഷൻ സ്പ്രിങ്ങിൻ പാരലൽത്തിൻ്റെ കെ ഇ ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 വന്നു. സ്പ്രിങ്ങിൻ സീരീസ് ആണെങ്കിൽ 1 ബൈ കെ ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2 പ്ലസ് 1 ബൈ K3. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 80 Newton weight is hung on the end of a helical spring and is set vibrating vertically. The weight makes 4 oscillations per second. Determine the stiffness of the spring. സിമ്പിളാണ്.
നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹെലിക്കൽ സ്പ്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യാണ് വെർട്ടിക്കലി ആയിട്ട്. അപ്പോൾ അത് 4 ഓസിലേഷൻ പെർ സെക്കൻഡ്. എന്താണ് ഈ 4 ഓസിലേഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്? അത് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്, 4 ഓസിലേഷൻ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്ന് കഴിഞ്ഞാൽ ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടില്ലേ? എന്താണ്? FN = 1/2π√K/m. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ 1/2π√K/m, കെ നമുക്കറിയത്തില്ല. മാസ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെയിറ്റിന് നമ്മൾ മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യുക, വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി 4 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഈ റൂട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ 2 സൈഡായിട്ട് സ്ക്വയർ ചെയ്യുകയാണ്. അപ്പോൾ FN² = 1/4, 2ൻ്റെ സ്ക്വയർ 4, പൈൻ്റെ സ്ക്വയർ π², √K/m ആയിട്ട് മാറി. അപ്പോൾ FN എന്ന് പറയുന്നത്, അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇതിങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് ഇക്വേഷൻസിൽ എന്ത് ചെയ്താൽ മതി? വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഇവർ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ആക്കിയിട്ട് അതിന് ശേഷം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 4π² m എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ K = 4π² FN² m എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ്സ് ഈക്വൽ ടു 4π². FN എന്ന് പറയുന്നത് 4 ആണ്, 4² m എന്ന് പറയുന്നത് 80/9.81 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5151 എന്താണ് Kൻ്റെ യൂണിറ്റ്? Nm/m. ആൻസർ കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a helical spring having stiffness of 90 Nm/cm is available, what weight should be hung on it so that it will oscillate with a periodic time of 1 second? ഇപ്പോൾ TP ആണ് നമുക്ക് തന്നത്. ഫ്രീക്വൻസി ആക്കാൻ ഒന്നുമില്ല, 1/TP ചെയ്താൽ മതി. അപ്പോൾ ഫ്രീക്വൻസി ആക്കാൻ 1/TP 1 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. പിന്നെന്താ നമുക്ക് തന്നത്? സ്റ്റിഫ്നെസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് സ്റ്റിഫ്നെസ് ഉണ്ട്, മാസാണ് ജസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ സ്റ്റിഫ്നെസ് സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. 100 വെച്ച് Nm/മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ഒന്നുമില്ല, നേരത്തെ പോലെ തന്നെ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FN², ഇതിനെ സ്ക്വയർ ചെയ്യിച്ചു. അപ്പോൾ 1/4π² K/m വന്നു. ഇനി എമ്മിന് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്കും FN² റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പോൾ m ഇവിടെ വന്നു കഴിഞ്ഞാൽ m = 1/4π². K തന്നെ. FN² താഴത്തേക്ക് വന്നു. FN² = K എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 90 × 100 ആണ്, ഡിവൈഡഡ് ബൈ 4 × π² FN എന്ന് പറയുന്നത് 1 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. 1² ദാറ്റ്സ് ഈക്വൽ ടു 227.97 യൂണിറ്റ് ഓഫ് വെയിറ്റ്, യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് kg ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A weight of 50 Newton suspended from a spring vibrates vertically with an amplitude of 8 cm and a frequency of 1 oscillation per second. Find the stiffness of the spring, the maximum tension induced in the spring, the maximum velocity of the weight. വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഒരു വെയിറ്റ് ഹങ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 50 Newton ഫ്രം ദ സ്പ്രിങ്, വൈബ്രേറ്റിംഗ് വേർട്ടിക്കലി വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു മാസ് ഉണ്ട്. അപ്പോൾ ആ മാസിനെ നമ്മളൊരു സ്പ്രിങ് വെച്ച് കണക്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മാസ് എത്ര അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 50 Newton ആണ് തന്നിട്ടുള്ളത്. 50 Newton. അപ്പോൾ 50 Newton തന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? അതിന് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക? മാസ്സായിട്ട് കൺവേർട്ട് ചെയ്യുക, 50/9.81. പിന്നെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എടുത്തത് ഓർമ്മയില്ല. ഇതിൻ്റെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിന് ഒരു മീൻ പൊസിഷനും ഉണ്ടാവും, അതുപോലെ തന്നെ 2 എക്സ്ട്രീം പൊസിഷനും ഉണ്ടാവും. ഇങ്ങനെയാണ് അത് ഓസിലേറ്റ് ചെയ്യുക. 2 സൈഡിലേക്കുമായിട്ട് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും, മുകളിലേക്കും താഴേക്കുമായിട്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന മാക്സിമം ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് x = എത്രയാണ് തന്നിരിക്കുന്നത്? x = എന്ന് പറഞ്ഞിട്ട് 8 cm ആണ് തന്നിരിക്കുന്നത്. 8 cm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 8 cm അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു, 0.08 മീറ്റർ. ഫ്രീക്വൻസി 1 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ വെക്കുക, F = 1/2π√K/m. ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ Kൻ്റെ മാത്രം ഇക്വേഷനാക്കി മാറ്റിയിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിഫ്നെസ് കിട്ടും.
ഇനി അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത് മാക്സിമം ടെൻഷൻ. മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത്, ടെൻഷൻ എപ്പോഴും എന്താണ്, ഈ ഒരു മാസിനെ മുകളിലേക്ക് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ജസ്റ്റ് ഞാനൊരു ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ താഴത്തേക്ക് ഇതിൻ്റെ വെയിറ്റ് ആണ് വരിക, mg താഴത്തേക്കും. ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്കുള്ള ടെൻഷൻ. മാക്സിമം ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇവിടെ ഉണ്ടാവുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എന്ത് ഫോഴ്സാണ്, ഇതിൻ്റെ സ്പ്രിംഗ് ഫോഴ്സ് ആണ്. അപ്പോൾ ആ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, k ഇൻറ്റു എക്സ് ആണ്. നമുക്ക് സ്പ്രിംഗ് ഫോഴ്സ് k ഇൻറ്റു എക്സ് ആണ്. മാക്സിമം ടെൻഷൻ എന്ന് പറയുമ്പം k ഇൻറ്റു എക്സ്, എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം, ആ ഇലോങ്ങേഷൻ k ഡെൽറ്റ എത്ര ഇലോങ്ങേഷൻ വരണം, ആംപ്ലിറ്റ്യൂഡ് വരണം, അത്രയുമാണ് അതിനെ മാക്സിമം ആയിട്ട് ഇതിനെ വലിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് എന്താണ്, k എക്സ് ആയിരിക്കണം മാക്സിമം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ മാക്സിമം ടെൻഷൻ ഉണ്ടാവത്തുള്ളൂ. മാക്സിമം ടെൻഷൻ എപ്പോഴും ഉണ്ടാവുക, ഇലോങ്ങേഷൻ ആംപ്ലിറ്റ്യൂഡ് ആവുന്ന സമയത്ത്. അത്രയും നിങ്ങൾ ആലോചിക്കേണ്ടുള്ളൂ. സോ k എക്സ് വന്നു, അതുകൊണ്ടാണ് ഇവിടെ k എക്സ് എന്ന് പറഞ്ഞിട്ട് വന്നത്. സോ എക്സ് എന്ന് പറയുന്നത് എത്ര, 8 ആണ്. 0.08 കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ന്യൂട്ടൺ. ഇനി എന്താ ചോദിക്കുന്നത്, മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മാക്സിമം വെലോസിറ്റി നേരത്തെ SHM നമ്മൾ നോക്കിയതാണ്. മാക്സിമം വെലോസിറ്റി എവിടെ ഉണ്ടാവുക, അതിൻ്റെ മീൻ പൊസിഷനിൽ വിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് v ഈക്വൽ ടു എന്താണ്, v ഈക്വൽ ടു ഒമേഗ റൂട്ട് r² - x² ആയിരുന്നു അല്ലേ, r² - x² ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ മീൻ പൊസിഷനിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, മീൻ പൊസിഷനിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം അങ്ങനെ നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ ഒമേഗ ഇൻറ്റു r വന്നു. r എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇവിടെ ആറിന് സിമ്പലിന് പകരം നമ്മൾ ക്യാപിറ്റൽ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറി, ഒമേഗ ഇൻറ്റു എക്സ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഇവിടെ ഒമേഗ എക്സ് വന്നത്. ക്ലിയർ. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 2πf ആണ്. ഒന്നുമില്ല, 2πf കൊടുക്കുക ഇൻറ്റു എക്സ് 0.08, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, മാക്സിമം വെലോസിറ്റി 0.5 m/s എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a body of mass 50 kg is suspended by 2 springs of stiffness 4 kN/meter and 6 kN/meter as shown in figure. The body is pulled 50 mm down from its equilibrium position and then released. Okay, ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഫ്രീക്വൻസി, വെലോസിറ്റി, മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സലറേഷൻ ആണ്. 3 കണ്ടീഷനിൽ ചെയ്യാം. നമുക്ക് ഫസ്റ്റത്തെ ഫിഗർ നമ്മൾ കൺസിഡർ, ഈ എ എന്ന് പറയുന്ന ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കി, ഇത് പാരലൽ ആണോ സീരീസ് ആണോ, സീരീസ് ആണല്ലോ. അപ്പോൾ സീരീസ് ആകുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കുക. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ Fn = 1/2π√k/m ആണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ എന്താണ്, എഫ് കണ്ടുപിടിക്കണമെങ്കിൽ കെൻ്റെ വാല്യൂ അറിയണം, എമ്മിൻ്റെ വാല്യൂ ആണ്. എം എന്ന് പറയുന്നത് എന്താണ്, 50 kg ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് ഒന്നും അല്ല തന്നത്, ഡയറക്റ്റായിട്ട് മാസ് തന്നെ തന്നിട്ടുണ്ട്. ഇനി കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. കെ കണ്ടുപിടിക്കണമെങ്കിൽ 2 സ്പ്രിങ് ഉണ്ട്, ടോട്ടൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. അപ്പോൾ സീരീസ് ആകുമ്പോൾ എന്താണ്, 1/k = 1/k1 + 1/k2 ആണ്. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് 1/6 + 1/4 = 10/24, ദാറ്റ്സ് ഈക്വൽ ടു 2.4 kN/m. അപ്പോൾ kN/m അല്ല നമ്മൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, Nm/m നമ്മൾ എടുക്കുന്നത്. അപ്പോൾ Nm/m അതിനെ കൺവേർട്ട് ചെയ്യുക. എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ മാറ്റിയെടുക്കണം. എല്ലാം Nm/m, എല്ലാം മീറ്ററിലും ന്യൂട്ടണിലും ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ക്ലിയർ. അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 1.1 cycle/second കിട്ടും. ഇനി നമുക്ക് എന്താണ്, ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു, ഫ്രീക്വൻസി 1.1 cycles/second. അടുത്ത എന്താണ്, മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പ്രീവിയസിൽ പറഞ്ഞാണ്, v = ഒമേഗ ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ 2πf ആണ്. ഇവിടെ എഫ് നമ്മൾ കണ്ടുപിടിച്ചു, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗയും കിട്ടും. റേഡിയൻ/സെക്കൻഡ് ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് 6.93 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് എന്ന് പറയുന്നത് എ ബോഡി ഈസ് പുൾഡ് 50 mm ഡൗൺ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്, 50 mm ആണ്. അപ്പോൾ 50 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 0.05 കിട്ടും. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ 0.35 m/s കിട്ടി. ഇനി എന്താണ് ചോദിക്കുന്നത്, മാക്സിമം ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ, -ω² ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0.05. ഓക്കെ, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ 2.4 m/s² കിട്ടും.
ക്ലിയർ? ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ അടുത്തേയും ചെയ്യേണ്ടത്. ഇതിൻ്റെ കേസിലും ഇതിൻ്റെ കേസിലായും ചെയ്യേണ്ടത്. ഓൺലി എന്ത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ? എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുന്നതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു കേസിൽ ബി എന്ന് പറയുന്ന കേസ് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സീരീസ് ആണോ പാരലൽ ആണോ നോക്കാം. എന്താണ്, ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റം മറ്റൊരു സ്പ്രിങ്ങുമായിട്ട് കണക്റ്റഡ് അല്ല. രണ്ടും എന്താണ്, സെപ്പറേറ്റ് ഫിക്സഡും സെപ്പറേറ്റ് ആയിട്ട് മാസിനോട് കണക്റ്റഡ് ആണ്. സോ ഇതെന്താണ്, പാരലൽ ആണ്. സോ പാരലൽ ആകുമ്പോൾ ടോട്ടൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 6 + 4 10 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്റ്റിഫ്നെസ്സിന് 10 അങ്ങ് പുട്ട് ചെയ്താൽ മതി. 10 kN/m. കണ്ടോ, 10 kN/m. അപ്പോൾ F = 1/2π √K/m 1/2π √10 × 1000. എന്തുകൊണ്ടാണ് 1000 കൊണ്ട് ഇൻഡ്യൂ ചെയ്തത്? കിലോ ന്യൂട്ടണിലാണ്. അപ്പം ന്യൂട്ടണിലേക്ക് മാറ്റണം. /50, ദാറ്റ് ഈസ് 2.25 cycles per second. മാക്സിമം വെലോസിറ്റി നേരത്തെ സെയിം ഇക്വേഷൻ ആണ്. 2πf × x. 2πf ഫ്രീക്വൻസി 2.25, അത് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0.25 0.71 m/s. ആക്സിലറേഷൻ ω²x സെയിം. ω² 2πf all square × 0.205. 2π × 2.25f 2.25 ആണ്. അപ്പോൾ 0.205 ആണ് എക്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു 10 m/s. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, മൂന്നാമത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് പാരലൽ ആണ്. സോ ജസ്റ്റ് 6 + 4 സെയിം തന്നെയാണ് അല്ലേ വരുന്നത്. 6 + 4 തന്നെയാണ് വരുന്നത്. യാതൊരു തരത്തിൽ വ്യത്യാസമില്ല. ആൻസർ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 തന്നെയാണ് കിട്ടുന്നത്. സോറി, സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് 10 തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താ, മാക്സിമം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റും എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ തന്നെയായിരിക്കും ഇതിലും കിട്ടുക. മാക്സിമം വെലോസിറ്റി ആയാലും ആക്സിലറേഷൻ ആയിക്കഴിഞ്ഞാലും സെയിം ആണ് വരിക. അപ്പോൾ സെയിം വാല്യൂസ് തന്നെയാണ് ഇവിടെ വരിക. ഫ്രീക്വൻസി ആയിക്കഴിഞ്ഞാലും വെലോസിറ്റി ആയിക്കഴിഞ്ഞാലും ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 6 kN/m is cut into 2 halves and fixed to a mass m as shown in figure. If the system vibrates with frequency 3 Hz, determine the mass. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് കുറേ ഇങ്ങനെ സ്പ്രിങ്ങിൻ്റെ കോയിൽ, നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറയുന്നത് ഒരു 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് 2 അല്ലെങ്കിൽ ഒരു 5 നമ്പർ ഓഫ് കോയിൽസ് ഉള്ള ഒരു സ്പ്രിങ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് ഏതിനായിരിക്കും? ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഏതിനായിരിക്കും കൂടുതൽ? ഈ ഒരു ഫസ്റ്റത്തെ സ്പ്രിങ്ങിനായിരിക്കും കൂടുതൽ. കാരണം അത്രയും കോയിലുണ്ട്. അതിന് എത്ര വേണമെങ്കിലും നീളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇലോങ്ങേഷനും സ്റ്റിഫ്നെസ്സും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഇലോങ്ങേഷൻ കൂടുന്നതിനനുസരിച്ച് സ്റ്റിഫ്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇലോങ്ങേഷൻ എവിടെയാണ് കൂടുതൽ? കോയിൽ എത്രയാണോ കൂടുതൽ, കോയിൽ കൂടുന്നതിനനുസരിച്ച് ഇലോങ്ങേഷൻ കൂടുതലായിരിക്കും. ഇലോങ്ങേഷൻ കൂടുന്നതിനനുസരിച്ച് സ്റ്റിഫ്നെസ് എന്താണ്? കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് കോയിലാണ്. അപ്പോൾ കോയിൽ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്? സ്റ്റിഫ്നെസ് എന്തായിരിക്കും? കുറഞ്ഞിട്ടാണ് വരിക. സ്റ്റിഫ്നെസ് അത്രയൊന്നും ഉണ്ടാവില്ല. എത്ര വേണം സ്റ്റിഫ്നെസ് വെച്ചാൽ ഒന്ന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഒരു ഫോഴ്സ് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റിഫായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അത് അധികം പിടിച്ച് ഇലോങ്ങേഷൻ കുറവായിരിക്കും. സ്റ്റിഫ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, അപ്പോൾ നല്ലോണം ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് അത് അത്ര സ്റ്റിഫല്ല. അതിന് എത്ര വേണമെങ്കിൽ നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റിഫ്നെസ് കുറവാണ്. അപ്പോൾ നല്ലോണം ഇലോങ്ങേറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് കോയിൽസിനനുസരിച്ച് സ്റ്റിഫ്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് കോയിൽ കുറവാണെങ്കിൽ എന്തായിരിക്കും? സ്റ്റിഫ്നെസ് നല്ലോണം ഉണ്ടാവും. അധികം അതിന് അങ്ങനെ പിടിച്ച് വലിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ ഒരു പോയിന്റ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് കോയിൽ ഞാൻ 10 എന്നല്ലേ പറഞ്ഞത്, ഇതിൻ്റെ എത്രയാണ്? 5 എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്റ്റിഫ്നെസ് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ K ആണ് സ്റ്റിഫ്നെസ് എങ്കിൽ ഇതിൻ്റെ സ്റ്റിഫ്നെസ് എന്തായിരിക്കും? നേരെ ഇതിൻ്റെ പകുതി ആയിരിക്കും. കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നിരിക്കുന്നത്? ഒരു 6 kN/m ഉള്ള ഒരു സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കട്ട് ചെയ്യണം, 2 ആയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10 നമ്പർ ഓഫ് കോയിൽസിനെ നമ്മൾ ഈക്വൽ ഹാഫ്സ് ആക്കി 5 ആക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റിഫ്നെസ് K ആണെങ്കിൽ ഇതിൻ്റെ സ്റ്റിഫ്നെസ് ഇവിടെ എന്തായിരിക്കും? സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഡബിൾ ആവുമല്ലേ ചെയ്യുക?
ഡബിൾ ആവുമല്ലേ ചെയ്യുക, കാരണം സ്റ്റിഫ്നെസ് ഇതിനായിരിക്കില്ലേ കൂടുതലുണ്ടാവുക. ഇലോങ്ങേഷനാണ് ഹാഫ് ആവുക, സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. സോ എന്തായിട്ട് മാറി അവിടെ 2K ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 സ്പ്രിംഗ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തു, 5 ഉള്ള 2 സ്പ്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ രണ്ടിൻ്റെ സ്റ്റിഫ്നെസ് രണ്ടും എന്താണ് ഡബിൾ ആവുകയാണ് ചെയ്യുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 6 kN/m ഉള്ള ഒരു സ്പ്രിങ്ങിനെ 2 ഈക്വൽ ഹാഫായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതുതായിട്ടുണ്ടാവുന്നതിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? K1 രണ്ടും സെയിം ആയിരിക്കും. ആ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ആയിരിക്കും. ക്ലിയർ? 12 ആയിരിക്കും, ഡബിൾ ആയിരിക്കും. കോയിൽ കുറഞ്ഞല്ലോ, ഇലോങ്ങേഷൻ കുറയാലോ. ഇലോങ്ങേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിഫ്നെസ് എന്തായിരിക്കും? സ്റ്റിഫ്നെസ് ഡബിൾ ആവും, സ്റ്റിഫ്നെസ് കൂടുകയാണ് ചെയ്യുക. അധികം അതിന് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് കൂടുതലാണ്. ഇപ്പോൾ 12 ആവുകയാണ് ചെയ്യുക. ക്ലിയർ? ഇനി നമുക്ക് ഫ്രീക്വൻസി 3 Hz തന്നിട്ടുണ്ട്. 3 Hz വെച്ചാൽ 3 സൈക്കിൾസ് പെർ സെക്കൻഡ് തന്നെയാണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? പിന്നെ ഈ ഒരു സ്റ്റിഫ്നെസ്സുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? ഷോൺ ഇൻ ഫിഗർ എന്നാണ് പറയുക. അപ്പോൾ ഇതെന്താണ്? ഇതെന്ത് കണക്ഷനാണ്? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ KE എന്ന് പറയുന്നത് എന്ത് വരും? ടോട്ടൽ KE എന്ന് പറയുന്നത് K1 + K2 24 kN/m ആയിട്ട് വന്നു. kN/m ജസ്റ്റ് ന്യൂട്ടൺ ആക്കാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഫ്രീക്വൻസിയാണ് ജസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഫൈനലി ഡിറ്റർമൈൻ ദ മാസുമാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, മാസാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. F = 1/2π√KE/m ആണ്. അതിൽ സിംപ്ലി K/m, KE എഴുതാൻ കാരണം എഫക്റ്റീവ് സ്റ്റിഫ്നെസ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നതുകൊണ്ടാണ്. ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എമ്മിൻ്റെ വാല്യൂ കിട്ടും. M ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു വാല്യൂസ് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 67.62 കിലോഗ്രാമാണ് നമുക്ക് വെയിറ്റ് കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് എടുത്ത പ്രോബ്ലംസ് തന്നെയാണ്. നിങ്ങൾ ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക, ഓരോ കോൺസെപ്റ്റും. അതെന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ കേസ് തന്നെ, ആ കോയിൽ കൂടുമ്പോൾ എങ്ങനെയാണ് സ്റ്റിഫ്നെസ് കുറയുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇലോങ്ങേഷനും കൂടെ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.